ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽഫ് സാറാണ്. അപ്പോൾ ഈ പറയുന്ന +1 ആദ്യമായിട്ട് നിങ്ങൾക്ക് എത്തിയപ്പോൾ ഇതുവരെയുള്ള ഹൈസ്കൂൾ ജീവിതം കഴിഞ്ഞ് ആദ്യമായിട്ട് നിങ്ങൾ +1 എത്തിയ സമയത്ത് ആദ്യമായിട്ട് തന്നെ വേറെ എത്തിയല്ലേ, ഓക്കെ സോറി. അപ്പോൾ ഈ പറഞ്ഞ +1 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ. സ്കൂളുകളിൽ ഓണപ്പരീക്ഷയുടെ ഒരു വലിയ സീരിയസ്നെസ് ഒന്നും ആരും അധികം നൽകുന്നില്ലെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഓണപ്പരീക്ഷ എന്ന പേരിൽ നിങ്ങൾക്ക് നടത്തുന്നത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കോളൂ, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മറ്റെല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, +1 ഫൈനൽ എക്സാം, അതോടൊപ്പം +2 ഓണപ്പരീക്ഷ, +2 ക്രിസ്മസ് പരീക്ഷ, +2 മോഡൽ ആൻഡ് +2 ഫൈനൽ, 7 പരീക്ഷകൾ നിങ്ങളുടെ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് വരാനുണ്ട്. ഈ പറഞ്ഞ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ നിലവാരം എന്തായിരിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ട്രയൽ വേർഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ട്രയൽ വേർഷൻ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷ എന്ന് ഓർത്തുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുള്ളൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും, എവിടേക്കായിരിക്കും വരിക എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഓക്കെ, കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വായിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് കൃത്യമായിട്ട് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം നമ്മൾ തുടങ്ങാൻ പോകട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കുക, 3 മാർക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇത്തവണ നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്ന ചാൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആകാൻ പോകുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, നോക്കിക്കോട്ടോ. മിക്കവാറും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ എനി 6 points to be kept in mind while preparing a good questionnaire. ഓക്കെ, 10ാം ക്ലാസ് വരെ മലയാളം എടുത്ത് പഠിച്ചിട്ട് +1 എത്തിയപ്പോൾ ഇംഗ്ലീഷ് കണ്ടിട്ട് ഒരുപാട് പേര് ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളങ്ങനെ പറ്റുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും മലയാളത്തിൽ എഴുതാൻ, ഞാനിവിടെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ വീണ്ടും +1 മലയാളത്തിൽ എഴുതാനും +2 മലയാളത്തിൽ എഴുതാനും തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ വലിയ റിസ്ക് എടുക്കാൻ പോകുന്നത്. വലിയ റിസ്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, +2 ഇംഗ്ലീഷും +1 ഇംഗ്ലീഷും എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നു, +1 +2 നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ഇംഗ്ലീഷും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ എഴുതി നോക്കുക. ഓക്കെ, ഓണപ്പരീക്ഷ അതിൻ്റെ ഒരു ട്രയലായിട്ട് കാണുക, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനെയർ. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പം ഒരു നല്ല ക്വസ്റ്റ്യനെയർ ആവണമെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റി വേണം അല്ല. ആ ക്വാളിറ്റീസ് നമ്മളോട് ചോദിക്കുന്നത് ഒരു നല്ല ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ, നമുക്ക് വേണ്ട വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കേണ്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണ്ടത് ഒരു വീട്ടിൽ നമ്മൾ ചെന്നിട്ടാണ് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തിട്ട് ഒരു വീട്ടിലെ കാര്യമാണ് അന്വേഷിക്കുന്നത് വിചാരിക്കുക. നമ്മളവിടെ ചോദിച്ചു നോക്കുകയാണ്, താങ്കളുടെ വീട്ടിലെ കോഴി മുട്ടയിടാറുണ്ടോ? ഇത് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ആ വീട്ടിലെ കുട്ടിയുടെ പഠന നിലവാരമാണ് അറിയേണ്ടത്, അല്ലാതെ ആ വീട്ടിലെ കോഴി മുട്ടയിടുന്നതിൻ്റെ കാര്യം നമുക്ക് അറിയണോ? വേണ്ട. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നോക്കി, ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട വിവരങ്ങൾ കളക്ട് ചെയ്യാൻ എന്തിനും ആ ക്വസ്റ്റ്യൻസിന് കഴിയണം. അതാണ് ക്യാപ്പബിൾ എന്ന് പറഞ്ഞത്. ചോദ്യങ്ങൾക്ക് പ്രസക്തമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്, ദ ലാംഗ്വേജസ് ആൻഡ് വേർഡിങ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി കൺവീനിയൻറ്റ് ടു ദ ഇൻഫോർമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനറിൽ ഉപയോഗിച്ച വാക്കുകളും അതേപോലെ അവിടെ ഉപയോഗിച്ച ഭാഷയും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അത് തെക്കൻ ജില്ലക്കാരേക്കാൾ പറയുന്ന വടക്കൻ ജില്ലക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇനി ഈ കാസർഗോഡ് ഭാഷയിലാണ് നിങ്ങൾ എഴുതിയെങ്കിൽ മറ്റുള്ള ജില്ലക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള സ്ലാങ്ങാണ് നിങ്ങൾ എഴുതിയെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്തിനും നിങ്ങൾ ഉപയോഗിക്കണം. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള മലയാളമെങ്കിൽ മലയാളം, കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, അങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. അതിന് ഏറ്റവും വലിയ പ്രത്യേകത വേർഡുകൾ എന്ന് പറയുന്നതിനും സിമ്പിൾ വേർഡുകൾ നിങ്ങൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയുക, നമുക്ക് ഇവിടെ സിമ്പിൾ ലാംഗ്വേജ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുള്ള ഒന്നും നിങ്ങൾ ചേർക്കാൻ പാടില്ല. പകരം സിമ്പിൾ ലാംഗ്വേജിൽ വേണം നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ. അതാണ് പറഞ്ഞത്, ലളിതമായ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഭാഷകളും പദങ്ങളും ഭാഷയും എന്താണ് വിവരദാതാവിന് സൗകര്യപ്രദമായിരിക്കും. എന്താ ഇതിങ്ങനെ പറയാൻ കാരണം ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്തിട്ട് പൂരിപ്പിക്കല. നിങ്ങളുടെ പരീക്ഷ പോലെ തന്നെയാണ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങി തരുന്നല്ലേ, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൂടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതേ പ്രശ്നമാണ് ഇവിടെയും പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ അയച്ചു കൊടുക്കുന്നു, അയാളത് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ അധികം എന്ത് ചെയ്യുക, അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചേർക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരു ചോദ്യം കൊടുത്തു,
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചോദ്യം കൊടുത്തെന്ന് വിചാരിക്കുക, ഇതൊരു ചോദ്യമാണെന്ന് വിചാരിക്കുക. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോ എന്ന് പറയാം. ഓക്കെ, ഈ 2 ഓപ്ഷൻ ആകുമ്പോഴുള്ള പ്രത്യേകത അവർക്ക് വേറൊരു ചോയ്സും ഇല്ല. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് നേരെ വന്നിട്ട് ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ കോളത്തിൽ ടിക്ക് ചെയ്താൽ മതി. ഇത് എളുപ്പമുള്ള പരിപാടി അല്ലേ? കാരണം നമുക്ക് എളുപ്പം തന്നെ ആയിരിക്കും. കാരണം പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസർ കാര്യങ്ങൾ കൊടുത്ത് പെട്ടെന്ന് പരിപാടി തീരും. അത് വായിക്കുന്ന ആൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺഫേം ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ സംഗതി അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്ത് എസ് ഓർ ക്വസ്റ്റ്യൻസ് അധികം ഉൾപ്പെടുത്തുക. അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തരോ നമുക്ക് 4 ഓപ്ഷൻ എക്സാമിന് വരാറില്ലേ? എ, ബി, സി ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ട് വരാറില്ലേ? ഇതേപോലെ 4 ഓപ്ഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉൾപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാൻ പാടില്ല. അത് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉൾപ്പെടുത്താനും പാടില്ല. ഓക്കെ, അതാണ് 4ാമതായിട്ടുള്ള കാര്യം പറഞ്ഞത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ചോദിക്കുക. അതേപോലെ വ്യക്തിപരമായ ചോദ്യങ്ങൾ എന്തെങ്കിലും ഒഴിവാക്കണം. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞാൽ നെസറി ഫുഡ് നോട്ട്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫുഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്കെ, ഫുട്ബോൾ മത്സരത്തിൽ സാധാരണ നമ്മൾ ഫുട്ബോൾ കളിക്കടയിൽ കേൾക്കുന്ന ഒരു വാക്കാണ് പെനാൾട്ടി എന്ന് പറയും അല്ലേ? പെനാൾട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുള്ളത് എന്താണ്, പിഴ എന്ന് മാത്രമേ കേട്ടുള്ളൂ. നമുക്കതേ അറിയുള്ളൂ. ഫുട്ബോൾ മത്സരം കാണാത്ത, ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് പെനാൾട്ടി എന്ന് പറഞ്ഞാൽ പിഴ എന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പെനാൾട്ടി പിഴ എടുക്കുക നമ്മൾ എന്തെങ്കിലും നിയമങ്ങൾ ലംഘിച്ചാൽ മാത്രം അല്ലേ? അപ്പോൾ ഫുട്ബോൾ മത്സരത്തിൽ പിഴ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയ്ക്ക് നമ്മൾ പെനാൾട്ടി എടുത്തു കഴിഞ്ഞാൽ ആ റഫറിക്ക് എടുത്ത് പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കളിക്കാരൻ്റെ അടുത്ത് പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത്? അല്ല, പെനാൾട്ടി എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനെയറാണ് തയ്യാറാക്കി അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനെയർ ഞാൻ അയച്ചു കൊടുത്തു. അയാൾ പൂരിപ്പിക്കുന്ന സമയത്ത് അയാൾക്ക് ഫുട്ബോളിനെ കുറിച്ച് A to Z കാര്യങ്ങൾ പോയിട്ട് A പോയിട്ട് Bയും Cയും ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അയാൾക്ക് പെനാൾട്ടി വല്ലതും മനസ്സിലാവും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ തൊട്ട് മുകളിൽ പെനാൾട്ടി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ ചെയ്യാം ആ ക്വസ്റ്റ്യനെയർ ഏറ്റവും താഴെ പെനാൾട്ടി എന്ന് പറയുന്നത് എന്താ സംഗതി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം അല്ലേ? എന്താ പെനാൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ മത്സരത്തിൽ മറ്റൊരു ടീമിൻ്റെ ടീമിൻ്റെ ബോക്സിലുണ്ടാകുന്ന സമയത്ത് ആ കളിക്കാരനെ സ്വന്തം ടീമിലെ കളിക്കാരൻ എന്താണ് ഫൗൾ ചെയ്യുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എയും ബിയും 2 ടീമായിട്ട് അർജൻറ്റീനയും ബ്രസീലും കളി നടക്കണമെന്ന് വിചാരിക്കുക. അതിൽ അർജൻറ്റീനയുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ബ്രസീൽ കളിക്കാരൻ അർജൻറ്റീനയുടെ ബോക്സിലുണ്ട് വിചാരിക്കുക. അയാൾ എന്ത് ചെയ്തു, അർജൻറ്റീനൻ ടീമിലത്തെ ഒരു താരം ഫൗൾ ചെയ്തെങ്കിൽ അവിടെ അനുവദിക്കുന്ന സംഗതിക്കാണ് എന്ത് പറയുക, പെനാൾട്ടി എന്ന് പറയുക അല്ലേ? അപ്പോൾ ഇതാണ് സംഗതി എന്നുള്ള കാര്യം അവിടെ വൃത്തിയായിട്ട് എഴുതി കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ, ക്വസ്റ്റ്യനർ വായിച്ചൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫുട് നോട്ടുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അടിക്കുറിപ്പുകൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കണം. 6ാമതായിട്ട് പറയുന്നുണ്ട് ലിമിറ്റ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബിറ്റ്വീൻ 20 to 25. ഓക്കെ, സാധാരണ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ മുഴുവൻ അതിലുണ്ടാക്കാൻ പാടില്ല. പകരം ഒരു 20-25 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ചോദ്യങ്ങൾ ചോദിച്ച് നിർത്തണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 100 പേജുള്ള ചോദ്യ പേപ്പറാണെന്ന് വിചാരിക്കുക. നിങ്ങളെന്താവും, പരീക്ഷ അവിടെ വെച്ച് നിർത്തിപ്പോലെ. എന്താ കാരണം, ഇത്രയും ചോദ്യം വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വായിച്ച് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് അതേ മാനസികാവസ്ഥയാണ് അവർക്കും ഉണ്ടാവുക. നിങ്ങൾ ആലോചിക്കുക, 20-25 ചോദ്യം കൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിർത്തിയിരിക്കണം. ഇനി അടുത്ത് പറഞ്ഞ 7ാമത്തെ കാര്യം പറഞ്ഞത് ദ ക്വസ്റ്റ്യൻസ് ഷുഡ് ഹാവ് എ ലോജിക്കൽ ഓർഡർ. എന്താ ലോജിക്കൽ ഓർഡർ എന്ന് പറയുമ്പം, അതായത് നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം നമ്മളിപ്പോൾ ഒരാളുടെ വിവാഹം കഴിഞ്ഞെന്ന് വിചാരിക്കാം. ഒരാളുടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിൽ ദമ്പതികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ആ ചോദ്യമാണ് നമ്മൾ തയ്യാറാക്കില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യനെയറാണ് കംപ്ലീറ്റ് തയ്യാറാക്കില്ല വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയർ ഒരാൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം തന്നെ വിവാഹം കഴിച്ച ആളുകൾക്കാണ് ഇത് കൊടുക്കട്ടെ അല്ലേ? ഓക്കെ, വിവാഹം കഴിയാത്ത ഒരാൾക്കാണ് ഈ ക്വസ്റ്റ്യനെയർ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം, അവസാനം താങ്കൾ വിവാഹിതനാണോ അല്ലെങ്കിൽ താങ്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പോൾ അയാൾ നോ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അയാൾ മുൻപ് തന്ന ഡാറ്റ മുഴുവൻ പൊട്ടത്തരാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ അവസാനം ചോദിച്ചാൽ താങ്കൾ വിവാഹിതരാണോ എന്ന് ചോദിച്ച ചോദ്യം എന്താണ്, അത് ആദ്യമേ ചോദിക്കണം. അതായത് കൃത്യമായിട്ട് ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കാൻ. ആദ്യം ചോദിക്കേണ്ട കാര്യം തന്നെ ആദ്യം ചോദിക്കണം അല്ലേ? നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് ആദ്യം തന്നെ കുറച്ച് വെള്ളം തരുമോ എന്നല്ല ചോദിക്കേണ്ടത്. പകരം തന്നെ ആദ്യം നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കണം വേണ്ടല്ലേ? അതേ ഒരു ഓർഡറിൽ വേണം ഇവിടെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലോജിക്കൽ ഓർഡർ ഉണ്ടാവണം, അഥവാ യുക്തിസമാനമായ ക്രമം അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സ്വന്തം വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. പരീക്ഷാ ഹാളിൽ മിക്കവാറും പേർക്ക് ഇല്ലാത്തൊരു പ്രശ്നം ഇത് തന്നെയാണ്, സ്വയം ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് മനസ്സിലായില്ല.
പുറത്ത് പരീക്ഷ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും ചേട്ടാ അതങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടതാ, എനിക്കത് മനസ്സിലായിട്ടോ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ കാരണം എന്താ? സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടില്ല, നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ എന്തിനും അവർക്കത് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അഥവാ സ്വയം വിശദീകരിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഇനി അടുത്ത 9ാമത്തെ, ക്വസ്റ്റ്യൻ ഷുഡ് ബി അട്രാക്റ്റീവ് സോ ടു ഇംപ്രസ് ഇൻഫോർമൻറ്റ് എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറിലൊക്കെ അത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തിനും അത് ഉത്തരം കൊടുക്കാൻ തോന്നണം. ഉദാഹരണം പറയാണ്, നിങ്ങൾ ഒരു വളരെ സൗന്ദര്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കേട്ടു, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ, അപ്പം ഓപ്ഷൻ എ നമ്മൾ കൊടുക്കുന്നത് യെസ്, ഓപ്ഷൻ ബി നോ എന്ന് കൊടുക്കണ്ടോ. അതിന് പകരം നിങ്ങൾക്ക് ചൊറുക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സുന്ദരിയാണോ അത് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്ത് ഈ പറഞ്ഞ താങ്കൾ സൗന്ദര്യവാനായിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം, എങ്കിലും താങ്കൾ പറയും താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ സുന്ദരനാണോ അല്ലെങ്കിൽ സുന്ദരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ലേ? അതായത് പഞ്ചാരവാക്കുകൾ പറയുന്നില്ലേ, അങ്ങനെയുള്ള പഞ്ചാരവാക്കുകൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ ഷുഡ് ബി അനാംബിഗസ്. അനാംബിഗസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അതിലുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം, താങ്കൾ ഒരു കോഴിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും താങ്കളും അത് പറയുന്നുണ്ടെങ്കിൽ പോലും വീട്ടുകാരെല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും സ്കൂളിലെ ടീച്ചേഴ്സ് അത് മാത്രം സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് പറയൂ നിങ്ങളൊരു കോഴിയായിരിക്കുമോ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ? ഇത് വായിച്ചിട്ട് അയാൾക്ക് മനസ്സിലാണെങ്കിൽ തന്നെ 2-3 മണിക്കൂർ എടുക്കും. കാരണം എന്താണ്? ഇതെന്താ ചോദിച്ചു, ഞാൻ കോഴിയാണെന്നാണ് പറഞ്ഞത്, കോഴി അല്ല എന്നാണ് പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അയാൾ ഒരുപാട് സമയം എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതി ചോദിക്കരുത്, ഡയറക്റ്റായിട്ട് ചോദിക്കേണ്ട കാര്യം ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചോണം, അല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്, നോ കൺഫ്യൂഷൻ ഉണ്ടാകാനേ പാടില്ല. ക്വസ്റ്റ്യൻസ് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെയർ നല്ലതാണ് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുക. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി മതി, പക്ഷേ ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു സമയം പോലും ചിലവാക്കേണ്ട, ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട കാര്യങ്ങൾ മക്കളെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാമിന് വിജയിക്കാൻ വേണ്ട, ഓണം എക്സാം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു 7 പരീക്ഷയോളം വരാറുണ്ടല്ലേ. ആ പരീക്ഷയൊക്കെ വേണ്ട കണ്ടന്റ് കിട്ടണമെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നോട്ടുകൾ, അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ മൈക്രോബിറ്റ്. എന്താ ഈ മൈക്രോബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി അടിക്കാനുള്ള തുണ്ട് പേപ്പർ കൊടുക്കലോട്ടത്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമാണ് മൈക്രോബിറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കോൺസെപ്റ്റും പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി, അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. മക്കൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ജോയിൻ ചെയ്യിച്ചാൽ തൊട്ട് താഴെ ഈ വീഡിയോയിൽ ലിങ്ക് കാണാം, ആ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലിങ്ക് വെച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.